ഹലോ. അപ്പോൾ വീക്ക് 5 ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ നോമിനേഷൻസ് ആണ്. 6 വോട്ടുകളുമായിട്ട് അനീഷ്. റീസൺസ് പറഞ്ഞിട്ടുള്ളത് ശൗര്യം ചോർന്നു പോകൽ, ഇല്ലാത്ത കാര്യം കുട്ടിഘോഷിക്കൽ എന്നിവയാണ്. അതിനുശേഷം 6 വോട്ടുകളുമായിട്ട് അക്ബറാണുള്ളത്. മറ്റുള്ളവരെ അനാവശ്യമായിട്ട് തോണ്ടി പ്രശ്നമുണ്ടാക്കുക, എഗ്രഷൻ, ഇറിറ്റേഷൻ, ഇതൊക്കെയാണ് അക്ബറിൻ്റെ റീസൺസ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ശൈത്യ 7 വോട്ടുകളുമായിട്ടുണ്ട്. ഡിപ്ലോമാറ്റിക് ആണ്, ഭയങ്കര ആക്റ്റീവ് അല്ല, വീക്ക് ഗെയിമറാണ്, ബാക്ക് സ്റ്റാബിങ് അതായത് പുറകെ നിന്ന് കുത്തൽ, ഇതൊക്കെയാണ് ശൈത്യയ്ക്കുള്ള കംപ്ലയിൻറ്റ്സ്. പിന്നെ ഷാനവാസ് ആണ്. ഷാനവാസിന് മാനിപ്പുലേഷൻ, അഗ്രസീവ്നെസ്, സ്വയം ഹീറോ ചമയൽ എന്നിങ്ങനെയാണ് ഷാനവാസിൻ്റെ റീസൺസ്. പിന്നെ വന്നത് രണ ഫാത്തിമ, 7 വോട്ടുകൾ തന്നെയാണ്. ചൊറിയൽ, ഡബിൾ മീനിങ് സംസാരിക്കൽ, മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുക, ഇത്രയാണ് റെനയ്ക്കുള്ളത്. ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം നോമിനേഷൻ വോട്ട്സ് കിട്ടിയത് ശരത്തിനാണ്. അത് ശരത്ത് മുന്നത്തെ ദിവസം ഉണ്ടാക്കിയ വഴക്കിൽ തെറി വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കംപ്ലയിൻ്റ് ആയിട്ട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. പിന്നെ ശരത്തിന് ഫേവററ്റിസവും ഗ്രൂപ്പിസവും ഉണ്ട്. അത് കാരണം അതൊക്കെയാണ് ഇപ്രാവശ്യത്തെ റീസൺസ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മുന്നേ ഉള്ള വീക്കിൽ നോമിനേഷൻസിൽ വന്ന ആളുകൾ എവിക്റ്റ് ആവാത്തത് കാരണം അന്ന് വന്ന ആളുകൾ ആര്യൻ, ഒനീൽ, ആദില, നൂറ, അഭിലാഷ്, ബിന്നി, രേണു, അനുമോൾ, ജിസേൽ അടക്കം എല്ലാവരും ഈ വീക്കിലും നോമിനേഷൻസിൽ ഇൻക്ലൂഡഡ് ആണ്. അത് കാരണം തന്നെ ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞു, ക്യാപ്റ്റനായ നെവിനും പുതിയ എൻട്രികളായ ജിഷൻ, ലക്ഷ്മി, പ്രവീൺ, സാബുമാൻ ആൻഡ് മസ്താനി, ഈ 6 പേരൊഴിച്ച് വീട്ടിലുള്ള എല്ലാവരും ഈ ആഴ്ചത്തെ നോമിനേഷൻസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളി ഇരുന്ന് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.